ദൈവം നിങ്ങളുടെ സങ്കട യാചനകളെ തള്ളിക്കളയത്തില്ല. ഒരു നിവൃത്തിയുമില്ല രക്ഷപ്പെടുവാൻ, ഒരു ഇടവുമില്ല ആശ്വാസം തരുവാൻ. മനസ്സ് വിങ്ങിപ്പൊട്ടി തകർന്നിരിക്കുമ്പോൾ, സങ്കടപ്പെട്ട് മനസ്സ് ഉരുകിയിരിക്കുമ്പോൾ, ആശ്വാസം പറയുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, ആ ഹൃദയത്തിനകത്തു നിന്നുള്ള വേദനയെ അറിയുന്ന, അവിടെ നിന്ന് ഉയർന്നു വരുന്ന യാചനയെ, മനുഷ്യൻ തള്ളിക്കളയുന്ന ആ യാചനയെ തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ട്. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകളെയും നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാൻ കഴിയാത്ത, യാതൊരു രക്ഷയ്ക്കും വകയില്ലാത്ത ആ സങ്കടത്തിന്റെ യാചനയെ ദൈവം കേൾക്കുമെന്നാണ് ഇന്ന് ദൂത് പറയുന്നത്. 5-ാമത്തെ സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ 1-2 വാക്യങ്ങളിൽ ദൈവത്തിന്റെ ഭക്തൻ പാടുകയായി, യഹോവേ എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ, എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ എൻ്റെ സങ്കടയാചന കേൾക്കണമേ, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. സങ്കടയാചന കേൾക്കണം. ഞാൻ നിന്നോടാണല്ലോ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ സങ്കടയാചന കേൾക്കണമേ. നമ്മുടെ സങ്കടങ്ങളെയെല്ലാം, സങ്കടത്തിൻ്റെ യാചനകളെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുകയില്ല, എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുകയില്ല. പക്ഷെ നമ്മുടെ സങ്കടങ്ങളെ യഥാർത്ഥമായി ഒപ്പിയെടുക്കുവാനും അതിന് പരിഹാരം തരുവാനും ആ യാചനകളെ കേൾക്കുവാനും കരുണ കാണിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിനകത്ത് എത്രയോ മനുഷ്യരെ വളരെ സങ്കടങ്ങളിലൂടെ കടന്നുപോയി. യോസേഫിനെ കുറിച്ച് പറഞ്ഞത്, അവന്റെ പ്രാണസങ്കടം നമ്മൾ കേട്ടില്ലല്ലോ എന്ന് ഉൽപ്പത്തി പുസ്തകം 42:21 എഴുതിയിട്ടുണ്ട്. അവരുടെ സഹോദരന്മാർ പിന്നീട് പറയുകയാണ്, യോസേഫിനെ കുറിച്ച് പറയുക, അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവന്റെ പ്രാണസങ്കടം കേട്ടാറേ, അപേക്ഷ കേട്ടില്ലല്ലോ, അപേക്ഷ കൈക്കൊണ്ടില്ലല്ലോ, അവന്റെ പ്രാണസങ്കടം. ഹല്ലേലൂയ. നമ്മൾ നോക്കുന്ന ആളുകള്, ദൈവം ഉയർത്തിയ ആളുകളും ദൈവമഹത്വത്തിനായി ഉപയോഗിച്ചവരും വാഗ്ദത്തം നിവർത്തിച്ചവരൊക്കെ ദൈവത്തിന് മുഖപക്ഷം തോന്നിച്ചതല്ല, അവരെ കടന്നുപോയ സങ്കടങ്ങളുടെ ഒരു കാലമുണ്ട്. സങ്കടങ്ങളുടെ കാലം ആരോടും പറയാനില്ല, ഹൃദയത്തിൽ തന്നെ അത് വെച്ചിരിക്കുകയാണ് സങ്കടം. അതാണല്ലോ സങ്കടം. ഈ യോസേഫ് പിൽക്കാലത്ത് ഈജിപ്തിന്റെ മന്ത്രിയായി മാറി, അവൻ വിവാഹം കഴിക്കുന്നു, അവന് 2 കുട്ടികൾ ഉണ്ടാകുന്നു. അപ്പൊ ആ സമയത്ത് 41-ാമത്തെ അധ്യായത്തിന്റെ 52-ാമത്തെ വാക്യത്തിൽ ഉൽപ്പത്തി പുസ്തകത്തില് ദൈവം ആദ്യം ലഭിക്കുന്ന തലമുറയെ നോക്കിയിട്ട് പറയാണ്, സങ്കടദേശത്ത് യഹോവ എന്നെ വർദ്ധിപ്പിച്ചു, എന്റെ കഷ്ടതകളെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് ആദ്യം മനുഷ്യ എന്ന് പേരിട്ടു. എന്നാൽ സങ്കടദേശത്ത് എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് എഫ്രൈം എന്ന് 2-ാമത്തെ തലമുറയ്ക്ക് പേരറിയാണ്. അവനറിയാം അവൻ കടന്നുപോയ സങ്കടദേശം. ആ നാട്ടിൽ ദീർഘവർഷങ്ങൾ ജയിലിൽ കിടന്ന, ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ അപമാനം ഏറ്റുവാങ്ങേണ്ടി വന്ന സങ്കടങ്ങളുടെ ഒരു കാലം. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇത്തരത്തിലുള്ള അനുഭവങ്ങളിൽ സങ്കടപ്പെട്ടു പോയ, നിങ്ങളുടെ സങ്കടം ആരും കേൾക്കാൻ മനസ്സില്ലാതിരുന്ന, അവന്റെ സങ്കടം എന്തിനു കേൾക്കണം, അവൻ ഈ കുറ്റം ചെയ്തതല്ലേ, അവൻ ഈ തെറ്റ് ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കാം, മറ്റുള്ളവർ തെറ്റിദ്ധാരണ പരത്തിയിട്ടുണ്ടായിരിക്കാം, അസൂയപ്പെട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് ആരോട് ഞാനിത് പറഞ്ഞു തെളിയിക്കും, ആരോടും തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ സങ്കടം ഉള്ളിൽ വെച്ച യോസേഫിനെ പോലെ നിങ്ങളായിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ സങ്കടദേശത്ത് എന്നും നിങ്ങൾ സങ്കടപ്പെട്ട് കഴിയേണ്ടി വരില്ല. ആ സങ്കടദേശത്ത് ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. സങ്കടത്തിന്റെ യാചന ദൈവം കേൾക്കും. ദാവീദ് വലിയ ഭക്തനായിരുന്നു. എന്നാൽ വീടിനകത്ത് പ്രശ്നം വന്നപ്പോൾ ഭാര്യ അവനെ ആദ്യം എതിരാകുന്നു, പിന്നീട് മകനെതിരായി മാറിക്കഴിഞ്ഞപ്പോൾ വലിയ സങ്കടത്തിലായി. വഴക്കിനൊന്നും നിൽക്കാതെ അദ്ദേഹം വീട്ടിൽ നിന്ന് മാറിപ്പോവുകയാണ്. വീടിനകത്ത് നിന്നാൽ വഴക്കാണ്, അതുകൊണ്ട് മാറിപ്പോവുക. കാട്ടിലൂടെ നടക്കുമ്പോൾ ശിമെയി ശപിക്കുന്നൊരു കാര്യം ശമൂവേലിന്റെ 2-ാം പുസ്തകം 16-ാം അധ്യായത്തിലുണ്ട്. ശിമെയി ശപിക്കുകയാണ്, രക്തപാതക, നീ പോ, ശൗൽ ഗ്രഹത്തിന്റെ ശാപം നിന്റെ മേൽ ദൈവം അയച്ചതാണ്. ദാവീദ് പറഞ്ഞു, ശിമെയി ശപിക്കട്ടെ, ദൈവം അവനോട് ശപിക്കും. ദാവീദിനെ ശപിക്കാൻ ശിമെയിയോട് ദൈവം കൽപ്പിച്ചിരിക്കുന്നു, അവൻ ശപിക്കട്ടെ. എൻ്റെ സ്വന്തം വീട്ടിൽ എൻ്റെ സ്വന്തം മകൻ എനിക്കെതിരായി മാറിയിരിക്കുന്നു, പിന്നെ ഈ ബെന്യാമീനോ എന്ന് പറഞ്ഞ് ദാവീദ് പറയുകയാണ്. ഒടുവിൽ ദാവീദ് പറഞ്ഞ അടുത്തൊരു കാര്യം, പക്ഷേ ഇന്നത്തെ എൻ്റെ സങ്കടം നോക്കി
നോക്കിക്കോണേ, അവൻ്റെ സങ്കടം ആരറിയാൻ? അവൻ തെറ്റ് ചെയ്തിട്ടാണോ? അവൻ്റെ മോൻ ആ വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കി അവന് രാജാവാകണം. അബ്ശാലോം ദാവീദുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അവൻ്റെ സങ്കടം, ഹല്ലേലൂയ, ഒരു കാരണവുമില്ലാതെ, ഒരു സാഹചര്യം, ഒരു തെറ്റും ചെയ്യാതെ, വീടിനകത്തും പുറത്തും നിങ്ങളുടെ ജോലി മേഖലയിലും നിങ്ങൾ ആയിരിക്കുന്നിടത്തും നിങ്ങൾ സങ്കടം പേർന്നവരാണെങ്കിൽ, നിങ്ങളുടെ വിഷമോ പ്രയാസമോ മറ്റാരോടും പറയാൻ കഴിയാതെ, പറഞ്ഞാലും പരിഹാരം ഇല്ലാത്ത വിഷയങ്ങൾക്കാണല്ലോ സങ്കടം വരുന്നത്, ആണല്ലോ. അങ്ങനെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ദാവീദ് പ്രാർത്ഥിച്ചോലെ പ്രാർത്ഥിക്കണം, ഇന്നത്തെ എൻ്റെ സങ്കടം നോക്കി ഇവന്റെ ശാപത്തിന് പകരം ദൈവം എനിക്ക് അനുഗ്രഹം തരും. എൻ്റെ സങ്കടം കാണുന്നൊരു ദൈവമുണ്ട്, സങ്കടം കണ്ടിട്ട് എനിക്ക് അനുഗ്രഹം ദൈവം തരും. അത് പറഞ്ഞോ, ഉറപ്പായും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. ഹല്ലേലൂയ. സങ്കടങ്ങളെ കണ്ട് അറിഞ്ഞ് മറുപടി തരുന്നൊരു ദൈവമുണ്ട്. ഹന്ന വളരെ സങ്കടപ്പെട്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. ശമൂവേൽ ബാലിന് വേണ്ടി ദീർഘവർഷങ്ങൾ മക്കളില്ലാതെ ഇരുന്നത് കൊണ്ട് ഒരുപാട് അവളെ മുഷിപ്പിച്ചതാണ്. പ്രാർത്ഥിക്കാനൂടെ കടന്നു പോകുന്നതുകൊണ്ട് അതിന്റെ മുഷിപ്പിക്കൽ വേറെയും കൂടെ. അങ്ങനെയാണല്ലോ, വീടിനകത്ത് പൊതുവെ ഇല്ലായ്മകൾ കൊണ്ട് പലരും കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും മുഷിപ്പിക്കുകയും ഉണ്ടെങ്കിലും അവർ പ്രാർത്ഥിക്കാനൂടെ പോയിട്ട് വിടുതൽ കിട്ടിയില്ലെങ്കിൽ അത് ഭയങ്കര മുഷിപ്പിക്കലായിരിക്കും. ഹന്നയ്ക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിരുന്നു. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിൽ 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഹന്ന ഒരു നേർച്ച നടന്നു, അടിയന്റെ സങ്കടം നോക്കി ഒരു പുരുഷ പ്രജയെ തന്നാൽ ഞാൻ ആയുസ് വരെ അവനെ യഹോവയ്ക്ക് കൊടുക്കും. എന്റെ സങ്കടം നോക്കി, അതെ സങ്കടം, ആ സങ്കടം അവൾ ദൈവത്തിന്റെ അടുക്കൽ പകർന്നപ്പോൾ ആ സങ്കടം ദൈവം നോക്കി, ദൈവം കണ്ടു, പുരുഷ പ്രജയെ കൊടുത്തു ശമൂവേൽ ബാലനെ. നിങ്ങളുടെ സങ്കടം ദൈവം കാണും. ഹല്ലേലൂയ. സകല സങ്കടങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ആമേൻ. സകല സങ്കടങ്ങളും, നിങ്ങളിന്ന് കടന്നു പോകുന്ന സകല സങ്കടങ്ങളും, ആമേൻ, ദൈവം നിങ്ങളുടെ എല്ലാ വേദനകളെയും അറിയുന്നുണ്ട്. കർത്താവ് നിങ്ങൾക്ക് പരിഹാരം. കർത്താവായ യേശു എല്ലാ വേദനകളെയും കടന്നു പോയതാണ്. താൻ തന്നെ പരീക്ഷിതനായ കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നുവെന്ന് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. യേശു സങ്കടങ്ങളിലൂടെ കടന്നുപോയവന്. അതുകൊണ്ട് നിങ്ങളുടെ സങ്കടം യേശുവിനെ അറിയാം. ആ സങ്കടത്തിനൊരു പരിഹാരം, അതിനൊരു മറുപടി ദൈവമായിട്ട് കരുതിയിട്ടുണ്ട്. ഇന്നും സങ്കടത്തിൽ ജീവിക്കേണ്ടി വരികയില്ല. ഹല്ലേലൂയ. അനവധി സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും ജീവിതത്തിൽ കടന്നു വരും. പക്ഷേ അതിനെ തള്ളിക്കളയാതെ അതിന് പ്രതിഫലവും വിടുതലും തരുന്നൊരു ദൈവമുണ്ട്. നമുക്കൊരു പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് വലിയ മാറ്റം തരട്ടെ. പ്രിയ കർത്താവേ, ഇന്ന് മനസ്സ് വേദനിച്ച് നാളുകളായുള്ള വേദന മറ്റാരോടും പറയാൻ കഴിയാതെ സങ്കടമായിട്ടത് മാറി ഉള്ളിലൊതുക്കി കർത്താവ് നീറിപ്പോകുന്നത് പോലെ, കർത്താവിൽ നെരിപ്പോട് പോലെ ഹൃദയം നീറിപ്പുകഞ്ഞുകൊണ്ട് നടക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവർ ഇന്ന് ഈ വചനം കേൾക്കുന്നു. ഇപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവേ, അവിടുന്ന് നൽകിയ വചനം ഞാൻ ഈ മക്കൾ കൈമാറി. സങ്കടങ്ങളെ കേൾക്കുന്ന ദൈവം സങ്കടയാചന അവിടുന്ന് കൈക്കൊള്ളും. സങ്കടം കണ്ട് മറുപടി തന്നു. കർത്താവേ, നിന്റെ മക്കൾക്ക് ദൈവം മറുപടി നൽകണമേ. സങ്കടങ്ങൾക്ക് പരിഹാരം കൊടുക്കുകയും സങ്കടദേശത്ത് ദൈവം വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ മക്കളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ, കർത്താവിന്റെ ആശ്വസിപ്പിക്കുന്ന കരത്താൽ അവരെ സ്പർശിച്ച് ദൈവികമായ സ്വസ്ഥതയും സമാധാനവും ആശ്വാസവും നൽകണം. വലിയൊരു വർധനവും വിടുതലും ദൈവമഹത്വവും വെളിപ്പെടുത്തണം. വർധനവ് കൽപ്പിക്കണം. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ സങ്കടയാചനകളെ തള്ളിക്കളയാം. സങ്കടയാചന കേൾക്കും. ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും. കുറെ പേർക്ക് ഈ സന്ദേശം നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ഇത്തരത്തിലുള്ള പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ആളുകളെ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ വാട്സപ്പ് സന്ദേശം അല്ലെങ്കിൽ യൂട്യൂബ് സന്ദേശം ഷെയർ ചെയ്യണം. അവർക്കും ആശ്വാസമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ പീസ്ഫുൾ ഡേ.